ഷില്ലോങ്ങിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ISL പോരാട്ടത്തിൽ മുംബൈ സിറ്റി FC-യോട് 2-0 പരാജയപ്പെട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. അവരുടെ പുതിയ ഹോം ഗ്രൗണ്ടിൽ തോൽവിയോടെയാണ് അവർ ഇന്ന് അരങ്ങേറ്റം കുറിച്ചത്. ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിൽ വിപിൻ സിംഗ് ഗോൾ നേടിയപ്പോൾ അവസാന സമയത്ത് ലാലിയൻസുവാല ചക്ദെ ഹൈലാൻഡേഴ്സിനെ പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ഗോൾ നേടി. അന്തരീക്ഷത്തിൽ പ്രകടമായ മഞ്ഞു മൂടിയ അവസ്ഥയുണ്ടായിരുന്നിട്ടും അലാദിൻ അജാരയെ മുന്നിൽ നിർത്തി ഹോം ടീമിന് മികച്ച തുടക്കമാണ് ലഭിച്ചത്. ആദ്യ പകുതിയിൽ ഭൂരിഭാഗവും വൺ വേ ട്രാഫിക് ആയിരുന്നു മത്സരം. നോർത്ത് ഈസ്റ്റിന് ലീഡ് നേടാൻ നിരവധി അവസരങ്ങളാണ് ആദ്യ പകുതിയിൽ ലഭിച്ചത്. രണ്ടാം പകുതിയിൽ മുംബൈ സിറ്റി വളരെയധികം മെച്ചപ്പെട്ട ഒരു ടീമായി മാറുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. നമുക്ക് ഗോളുകൾ വേണമെന്ന ഉച്ചത്തിലുള്ള മുദ്രാവാക്യങ്ങൾ സ്റ്റേഡിയത്തിൽ നിന്നും ഉയർന്നു കേട്ടെങ്കിലും പ്രതിരോധശേഷിയുള്ള മുംബൈയുടെ പ്രതിരോധത്തെ മറികടക്കാൻ നോർത്ത് ഈസ്റ്റിന് സാധിച്ചില്ല. ഈ വിജയത്തോടെ 19 മത്സരത്തിൽ നിന്നും 31 പോയിന്റുമായി മുംബൈ സിറ്റി 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. അതേസമയം 20 മത്സരത്തിൽ നിന്നും 29 പോയിന്റുമായി നോർത്ത് ഈസ്റ്റ് 5-ാം സ്ഥാനത്തേക്ക് പിന്തള്ളുകയും ചെയ്തു. എന്നാൽ ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിനെ ഏതു രീതിയിലാണ് ബാധിക്കുക എന്ന് നോക്കാം. ബ്ലാസ്റ്റേഴ്സിന് ഈ മാസം വെറും 2 മത്സരങ്ങൾ മാത്രമാണുള്ളത്. മുംബൈ സിറ്റിയും നോർത്ത് ഈസ്റ്റും പ്ലേ ഓഫ് സാധ്യത കൂടുതലുള്ള ടീമുകളാണ്. അതുകൊണ്ട് തന്നെ ആര് ജയിച്ചാലും ആര് തോറ്റാലും ബ്ലാസ്റ്റേഴ്സിന് അത് നേട്ടമാണ്. എന്നാൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യുക നോർത്ത് ഈസ്റ്റ് പരാജയപ്പെടുന്നതാണ്. എന്നാൽ അത് തന്നെ സംഭവിച്ചു. കാരണം മുംബൈക്ക് ഇനി ബ്ലാസ്റ്റേഴ്സുമായി മത്സരമുണ്ട്. നോർത്ത് ഈസ്റ്റ് ബ്ലാസ്റ്റേഴ്സുമായി മത്സരമില്ല. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് മുംബൈയെ തോൽപ്പിക്കാൻ സാധിച്ചാൽ അവരെ പിടിച്ചു നിർത്താൻ സാധിക്കും. ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു മത്സരം കൂടുതൽ കളിച്ച ടീമാണ് നോർത്ത് ഈസ്റ്റ്. 20 മത്സരത്തിൽ നിന്നും 29 പോയിന്റാണ് അവർക്കുള്ളത്. ബ്ലാസ്റ്റേഴ്സിനാകട്ടെ 19 മത്സരത്തിൽ നിന്നും 24 പോയിന്റും. അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചാൽ 20 മത്സരത്തിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് നേടുക 27 പോയിന്റ് ആകും. അങ്ങനെയാകുമ്പോൾ നോർത്ത് ഈസ്റ്റുമായുള്ള പോയിന്റ് വ്യത്യാസം ബ്ലാസ്റ്റേഴ്സിന് 2 കുറക്കാൻ സാധിക്കും. മുംബൈ സിറ്റി 19 മത്സരത്തിൽ നിന്നും 31 പോയിന്റ്, ബംഗളൂരു FC 19 മത്സരത്തിൽ നിന്നും 28 പോയിന്റ്, ഒഡീഷ FC 19 മത്സരത്തിൽ നിന്നും 25 പോയിന്റ്. ഈ ടീമുകളാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത്. 18 മത്സരത്തിൽ നിന്നും 23 പോയിന്റുമായി പഞ്ചാബ് FC ആകട്ടെ ബ്ലാസ്റ്റേഴ്സിന്റെ തൊട്ടു പിന്നിലുമുണ്ട്. എന്ത് തന്നെയായാലും ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള മത്സരങ്ങളൊക്കെ വിജയിക്കണം, എങ്കിലേ പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സിന് മോഹൻ ബഗാനുമായിട്ടാണ്. ഈ മാസം 15-ാം തീയതിയാണ് ഈ മത്സരം. ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചില്ലെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.